ജനകീയ വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് തുടരുന്ന ഇടതു വലത് മുന്നണികളെയാണ് നമുക്ക് എക്കാലത്തും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. കിഴക്കമ്പലം ഉന്നതി കോളനി കുടിയൊഴിപ്പിക്കലിൽ സുപ്രീം കോടതി ഉത്തരവ് അന്തിമമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടും ജനങ്ങളെ സമരരംഗത്തിറക്കി ക്രമസമാധാന പ്രശ്നങ്ങൾക്കാണ് CPM നീക്കം. കോളനിയിലെ പട്ടികജാതി കുടുംബങ്ങൾ വഴിയാധാരമാകാതിരിക്കാനുള്ള ശ്രമങ്ങളൊന്നും മുൻപ് ഭരണത്തിലുണ്ടായിരുന്ന LDFO മുഖ്യ പ്രതിപക്ഷമായിരുന്ന UDFO നടത്തിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കിഴക്കമ്പലം ഉന്നതി കോളനിയിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഇടതും വലതും നടത്തുന്ന ഇരട്ടത്താപ്പ് വ്യക്തമാകുകയാണ്. ഇവർക്കായി ഇപ്പോൾ ഇങ്ങനെ ഇവരെ സമരരംഗത്തിറക്കി വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ ഭരണത്തിലിരുന്നപ്പോൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണല്ലേ? തീർച്ചയായിട്ടും സമ്പൂർണമായ ഇരട്ടത്താപ്പ് അത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള നീക്കം ഇത് തന്നെയാണ് കിഴക്കമ്പലം പര്യത്തുകാവിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പര്യത്തുകാവിലെ വിഷയം, ഉന്നതി കോളനിയിലെ വിഷയം, മറ്റൊന്നും ഇനി ഇക്കാര്യത്തിൽ ചെയ്യാനില്ല, സുപ്രീം കോടതി വിധി നടപ്പാക്കുകയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഹൈക്കോടതി അടക്കം ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. അത് സ്വകാര്യ വ്യക്തി കേസ് നടത്തി അവർക്ക് അനുകൂലമായി വിധി സുപ്രീം കോടതിയിൽ നിന്നും വന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നല്ലാതെ മറ്റൊരു വിഷയം അക്കാര്യത്തിൽ ഇല്ല. മാത്രമല്ല, ഒരു സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട കേസായതിനാൽ, സ്വകാര്യ സ്ഥലം കൂടിയായതിനാൽ അതിൽ ഒരു പുനരധിവാസം നടത്തുക എന്നുള്ളത് അതിൽ സംസ്ഥാന സർക്കാരിന് ചില പരിമിതികൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇങ്ങനെയെല്ലാം നിൽക്കെ ഈ വിഷയം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പോൾ പൊട്ടിമുളച്ച വിഷയം കൂടിയല്ല. ഇതിന് നേരത്തെ തന്നെ ഈ വിഷയം പുകഞ്ഞുകൊണ്ടിരുന്നതാണ്. നിയമവ്യവഹാരങ്ങൾ പല ഘട്ടത്തിലെല്ലാം തന്നെ മുന്നേറിക്കൊണ്ടിരുന്നതാണ്. ആ ഘട്ടത്തിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ളൊരു നടപടിക്കോ അല്ലെങ്കിൽ ഒരു സമാശ്വാസപരമായിട്ടുള്ള ഒരു നീക്കത്തിനോ സംസ്ഥാന സർക്കാർ, അതായത് അന്നത്തെ സർക്കാരാകട്ടെ അന്നത്തെ പ്രതിപക്ഷമാകട്ടെ ഇടതു വലത് മുന്നണികൾ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഭരണം മാറിയതോടെ CPM ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ സമരവുമായി രംഗത്ത് വരുന്നത് അവിടുത്തെ നിവാസികളെ വഞ്ചിക്കുന്ന നടപടി കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന വിമർശനം. ഇത്തരത്തിൽ സുപ്രീം കോടതി അടക്കം പൂർണ്ണമായും കേസ് തീർപ്പാക്കിയ ഈ സംഭവത്തിൽ അവിടുത്തെ കോളനി നിവാസികളെ, ഉന്നതി നിവാസികളെ വലിയ രീതിയിൽ ഇളക്കി വിട്ടുകൊണ്ടുള്ള ഇത്തരത്തിൽ നീക്കം ആ സാഹചര്യം കൂടുതൽ കലുഷിതമാക്കാനും സംഘർഷത്തിലേക്ക് കൊണ്ടുവരാനും അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ചില നീക്കം തന്നെയാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇതിനു മുമ്പ് പ്രതിപക്ഷമായിരുന്ന UDF ആകട്ടെ ഇത്തരത്തിൽ ഇവരുടെ വിഷയത്തിൽ കൃത്യമായി ഇടപെടാനോ അവരുടെ ആശങ്കകൾ പരിഹരിക്കാനോ അന്നത്തെ ഭരണപക്ഷമായ CPM ഇക്കാര്യത്തിൽ അന്നത്തെ സർക്കാരിൽ കൃത്യമായിട്ടുള്ള ഇടപെടലിന് വേണ്ടി ശ്രമിക്കാനോ ചെയ്തിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് എന്നുള്ളതാണ്. അതായത് ആ ഒരു വിഷയം അവിടെ ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടുവരികയും രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനുള്ള ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് ഇപ്പോൾ കിഴക്കമ്പലം ഉന്നതിയിൽ നടക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ശരി, വീണ്ടും തലസ്ഥാനത്തേക്കാണ്. വിവാദങ്ങൾക്കും അവകാശവാദങ്ങൾക്കും ഒടുവിൽ അധികാരത്തിലേറി 10 ദിവസം കഴിഞ്ഞെങ്കിലും കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുകയാണ്. പാർട്ടി നേതൃത്വത്തെ കേരളത്തിൽ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകുന്നില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള തർക്കം മുറുകുമ്പോൾ തീരുമാനം അനന്തമായി നീളുകയാണ്. പ്രശാന്ത് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രശാന്ത്, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു തർക്കം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ചർച്ചകളൊക്കെ എത്ര ദിവസം നീണ്ടതാണെന്ന് കേരളം കണ്ടതാണ്. ഇപ്പോൾ ഇതാ KPCCക്ക് ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ആ നാഥനെ കണ്ടെത്താൻ VD സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. തനിക്ക് വളരെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ താൻ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ VD സതീശൻ അവരോടൊക്കെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ഇപ്പോൾ ഈ KPCC അധ്യക്ഷൻ ആരാകുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകുന്നില്ല. ആർക്കൊക്കെയാണ് പ്രാധാന്യമുള്ളത്? ക്രൈസ്തവ സഭയിൽ നിന്ന് ഒരാൾ വരുമെന്ന് പറയുമ്പോഴും ഈ വിഷയം അല്ലെങ്കിൽ ഈ കസേര എത്ര നാൾ ഒഴിഞ്ഞുകിടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്? പ്രശാന്ത്, എന്തായാലും പ്രസിഡന്റിനെ കണ്ടെത്താനാകാതെ നേതൃത്വം വട്ടം തിരിയുകയാണ്. മുഖ്യമന്ത്രിയായി, പക്ഷേ കേരളത്തിലെ ഈ നേതൃത്വത്തെ ആര് നയിക്കും, ആര് തിരുത്തും എന്നുള്ള ചോദ്യം കൂടി അവിടെ നിലനിൽക്കുകയാണ്. KC വേണുഗോപാൽ പക്ഷത്തിൽ നിന്നാണോ, VD സതീശൻ പക്ഷത്തിൽ നിന്നാണോ, ആരാണ്? 3 പേരുടെ പേരുകൾ പ്രാധാന്യത്തിലുണ്ടെങ്കിലും ഇതുവരെയും അവരിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ
കേന്ദ്ര നേതൃത്വത്തിനുമായിട്ടില്ല, കേരളത്തിലെ നേതാക്കൾക്കുമായിട്ടില്ല എന്നതാണ്. അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ, ഐക്യമില്ലായ്മ. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷ സ്ഥാനവും ആ കസേരയും ഒഴിഞ്ഞുകിടക്കാൻ കാരണം